കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ മക്കളെ. ദൈവമേ പ്രവർത്തിക്കണം, ഇപ്പൊ തന്നെ പ്രവർത്തിക്കണം. അഭിഷേകം വ്യാപിക്കട്ടെ. പാപത്തിന്റെ കീഴിലല്ല, കൃപയ്ക്ക് കീഴിലല്ല. അനുഗ്രഹം വാങ്ങിച്ചെടുക്കണം മക്കളെ. എല്ലാവരും എഴുന്നേറ്റ് രണ്ട് കരങ്ങളും സർവത്തിലേക്ക് ഉയർത്തി ഒറ്റ വിളി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ കെട്ടഴിക്കണേ കെട്ടഴിക്കണേ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൈകൂപ്പ് കണ്ണുടെ ചാര വരെ നോക്കിയേക്കരുത്, പ്രാർത്ഥിച്ചോണം. ശ്രമത്തില് ശ്രമത്തില് Hey,
അഭിഷേകത്തോടെ സ്തുതിക്കാം, ആത്മാവെല്ലാവരും സ്തുതിക്കാം. കഴിഞ്ഞു പോകട്ടെ, ബന്ധനഴിയട്ടെ, സാത്താന സൈന്യങ്ങൾ വിട്ടുപോകട്ടെ, ബന്ധനഴിയട്ടെ, ബന്ധനഴിയട്ടെ. ഈശ്വരാധന, ആരാധന ഉച്ചത്തിലെ ഈശ്വരാധന, ആരാധന, ആരാധന. Yes,
നെഞ്ചോട് ചേർത്ത് പിടിക്കണം, കണ്ണുകളടച്ച് പിടിക്കണം. ഈശോയുടെ മാപ്പ് പറയാം. എളിമപ്പെട്ട് ആദ്യം എളിമപ്പെട്ട് ഞാൻ ഒന്നുമല്ലെന്ന് പറ, ഞാൻ നിസ്സാരനാണെന്ന് പറ, ഞാൻ നിസ്സാരനാണെന്ന് പറ, ഞാൻ നിസ്സാരയാണെന്ന് പറ. ഇത്തിരി പാപത്തിന് അടിമപ്പെട്ടു പോയ ജീവിതം എന്ന് പറ. എളിമപ്പെട്ട മക്കളെ കൈകൾ നെഞ്ചോട് ചേർത്ത് മാക്സിമം ഹൃദയം കൊണ്ട് എളിമപ്പെട്ട്, മനസ്സുകൊണ്ട് എളിമപ്പെട്ട്, മനസ്സുകൊണ്ട് എളിമപ്പെട്ട് പ്രാർത്ഥിച്ച്, കർത്താവേ ഞാൻ പാപിയാണ്, അഹങ്കാരിയാണ് പ്രാർത്ഥിച്ച് 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 കർത്താവ് ഇടപെടാൻ പോവാ. വലിയ ഇടപെടാൻ പോവാ, വലിയ ഇടപെടൽ കൃപ കിട്ടും. പശ്ചാത്തപിച്ച് കഴിഞ്ഞ കാലങ്ങൾ വന്ന പാപങ്ങളെടുത്ത്, നാവ് കൊണ്ടുള്ള പാപം, ചിന്തകൾ കൊണ്ടുള്ള പാപം, വാക്കുകൾ കൊണ്ടുള്ള പാപങ്ങൾ, ചെവികൾ കൊണ്ട് ചില പാപങ്ങൾ, കണ്ണുകൾ കൊണ്ട് ചില പാപങ്ങൾക്കൊക്കെ മാപ്പ് പറഞ്ഞ്, മദ്യപാനത്തിനൊക്കെ മാപ്പ് പറഞ്ഞ്, ഹൃദയം കൊണ്ട് മാപ്പ് പറഞ്ഞ്, എളിമപ്പെട്ട് എളിമപ്പെട്ട് മാപ്പ് പറഞ്ഞ് എന്റെ മേലെ ചെയ്യുന്ന പറ. പിതാവേ, സ്വർഗത്തിനെതിരെയും അങ്ങേക്കെതിരെ ഞാൻ പാപം ചെയ്തു പോയി, അങ്ങയുടെ മകനെന്ന് മകളെന്ന് വിളിക്കപ്പെടുന്ന എനിക്ക് യോഗ്യതയില്ലെന്ന് പറ. യേശുവേ കരുണയായിരിക്കണേ പ്രാർത്ഥിച്ച് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുക. ക്ഷമ ചോദിച്ച് മനസ്സിന് ക്ഷമ ചോദിച്ച്. മദ്യപാനികൾ, പുകവലിക്കുന്ന മക്കള്, മയക്കുമരുന്ന് വയ്ക്കുന്ന മക്കളൊക്കെ പിടിവാശി കളഞ്ഞിട്ട് എളിമപ്പെട്ട് ഈശോയുടെ മുമ്പിൽ എളിമപ്പെട്ട കൃപ കിട്ടാൻ പോവാം. ഈ പുതിയ വ്യക്തിയാണ്. ഇപ്പൊ തന്നെ അഭിഷേകം കിട്ടും. എത്രയോ ജീവിതങ്ങൾ കേട്ടോ കൃപ ചൊരിയുന്നത്. ആ കൃപ നിനക്ക് കിട്ടട്ടെ. ഒരു പുതിയ ജീവിതം കിട്ടാൻ പോവാം. ഇതിലെ പഴയ മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ യേശു ധരിക്കാൻ പോവാം. വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗരതികൾ ഒക്കെ ഉപേക്ഷിച്ച് അനുദരിച്ച് മാപ്പറഞ്ഞ് അവഹീത ബന്ധങ്ങൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, പ്രേമബന്ധങ്ങൾ, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങൾ, മാതാപിതാക്കളെയും സഭയെ പീഡിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ബന്ധങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കരങ്ങൾ ഉയർത്തി പിടിച്ചു പിടിച്ച് മാപ്പോറ, എല്ലാത്തിനും മാപ്പോറ. കുറ്റം പറയുന്ന മക്കള്, അസൂയയുടെ വാക്കുകൾ പറയുന്ന മക്കള്, മറ്റുള്ളവരുടെ നാശം കാണാൻ വേണ്ടി രഹസ്യമായിട്ട് ആലോചന നടത്തുന്ന മക്കള്, പരസ്യമായിട്ട് പ്രവർത്തിക്കുന്ന മക്കള്, മറ്റുള്ളവർ ചെയ്യാത്ത തെറ്റുകൾ പറഞ്ഞു വരുത്തുന്ന മക്കള്, മറ്റുള്ളവർ അവഹേളിക്കുന്ന മക്കള്, സഭയുടെ നാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മക്കള്, സഭയുടെ ഭിന്നതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന മക്കള്, വിശുദ്ധിയില്ലാത്ത മക്കള്, പ്രാർത്ഥനയില്ലാത്ത മക്കള്, ദൈവ സ്നേഹം നഷ്ടപ്പെട്ട മക്കള്, മത്സരബുദ്ധിയും വീറും വാശിയും വൈരാഗ്യമായിട്ട് ജീവിക്കുന്ന മക്കള്, ആത്മീയ ജീവിതത്തിന് വില കൊടുക്കാത്ത മക്കള്, രഹസ്യമായിട്ട് ലൗകിക ജീവിതം നയിക്കുന്ന മക്കള്, എല്ലാ ദൈവത്തിനും മാപ്പോട്ടെ. ആത്മീയ അഹങ്കാരമുള്ള മക്കൾ മാപ്പോട്ടെ. ഞാനെല്ലാം തികഞ്ഞവളാ എന്ന് പറയുമ്പോൾ മാപ്പോട്ടെ. യേശുവേന്ന് വിളിച്ച് മാപ്പോട്ടെ. എല്ലാത്തിനും മാപ്പോട്ടെ. അത് മാപ്പോട്ടെ. പ്രത്യേകിച്ച് ഹൃദയം തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി മാറട്ടെ. ഹൃദയം തിരഞ്ഞെടുക്കപ്പെട്ട് അഭിഷേകം ജ്വലിച്ചിറങ്ങട്ടെ. അഭിഷേകം ജ്വലിച്ചിറങ്ങട്ടെ. കർത്താവിന്റെ മഹത്വം ഇടപെടുന്നു. കർത്താവിനെ ആരാധിക്കുന്നു. ഉയർത്തി ശിരസ്സും കമിഴ്ത്തി വെക്കട്ടെ. കർത്താവേ, നിങ്ങളുടെ പരിശുദ്ധ രക്തം കൊണ്ട് രണ്ടു കരങ്ങളും നിങ്ങളുടെ തന്നെ ശിരസ്സിൽ കമിഴ്ത്തി വെക്കുക. കണ്ണിലടച്ചു പിടിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധ രക്തം നിങ്ങളുടെ ശരീരത്തിലേക്ക്, ആത്മാവിലേക്ക് പോകാൻ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഇന്നേവരെ പ്രാർത്ഥിക്കാത്തൊരു പ്രാർത്ഥന, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. ഒരു അധര ന്യായമാകരുത്. ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥനയാകണം. ആത്മാർത്ഥമായ പശ്ചാത്താപമാകണം. എളിമയോടെ ആകണം. ഒത്തിരി എളിമപ്പെട്ട് വേണം. മക്കളെ പോരെ മക്കളെ, നമ്മൾ ഈശ്വരങ്ങൾ ഒത്തിരി ചെറുതാവട്ടെ. ഒത്തിരി എളിമപ്പെട്ട ഒത്തിരി കർത്താവിനെ ഉയർത്തിയത്, ഒത്തിരി അനുഭവിച്ചാൽ ദൈവത്തിനെ അഭിഷേകം ചെയ്യല്. പശ്ചാത്തപിച്ച് നന്നായിട്ട് പശ്ചാത്തപിച്ച് നീ ചെയ്യുന്ന പാപങ്ങളെയൊട്ട്, അഹങ്കാരത്തിന്റെ പ്രവൃത്തികൾ, അഹന്തയുടെ പ്രവൃത്തികൾ, അസൂയുടെ പ്രവൃത്തികൾ, നിരാശയുടെ പ്രവൃത്തികൾ, വിശ്വാസക്കുറവ്, അഹങ്കാരം ഇവയ്ക്കോട്ട് മാപ്പ് പറഞ്ഞ് എല്ലാ തെറ്റുകളൊട്ട് മാപ്പ് പറ. ചെറിയ പാപങ്ങളോട്ട് മാപ്പ് പറ. അധാർമിക പ്രവൃത്തികളോട്ട് മാപ്പ് പറ. കർത്താവിന്റെ ദിവസം ഞായറാഴ്ച ദിവസം ദേവാലയത്തിൽ പോകാത്തതിന് മാപ്പ് പറ. സാപത്ത് ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കാത്തതിന് മാപ്പ് പറ. തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്ന മാപ്പ് പറ. സഭ വിട്ടു പോകുന്നതിന് മാപ്പ് പറ. തെറ്റായ വിവാഹങ്ങളിൽ പോയി വീടിന് മാപ്പ് പറയട്ടെ. യേശുവേ മാപ്പി ഒഴിക്കുന്ന പറ മക്കള്, മാപ്പ് പറ. എല്ലാ തെറ്റുകൾക്കും നീ നിന്റെ മക്കളും കുടുംബാംഗങ്ങൾ തെറ്റെല്ലാം മാപ്പ് പറ മക്കള്. അവരുടെ കരുണ കിട്ടാൻ പോവുമല്ലേ, ഇത്തിരി അനുഗ്രഹം കിട്ടിയല്ലേ, നന്നായിട്ട് മാപ്പ് പറ. ഹൃദയാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അവശിഷ്ടമാകും ഹൃദയാൽ തിരഞ്ഞെടുക്കപ്പെട്ടേ. സർവശക്തനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സകലപിതാവേ, ഇന്നീ കുർബാനയിലുള്ള മുഴുവൻ മക്കളിലേക്ക് ദൈവകൃപ ചൊരിയണേ.
പൈസ ആശ്രയിച്ചുകൊണ്ടിരിക്കുക. ആശ്രയിക്കാൻ പോകുന്നു. കർത്താവ് നന്ദി വരട്ടെ, നന്ദി വരട്ടെ, നന്ദി വരട്ടെ, നന്ദി വരട്ടെ, നന്ദി വരട്ടെ. നന്ദി 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 നന്ദി. തലമുയർത്തി ഈശോയ്ക്ക് മക്കളെ, ദൈവത്തിന് നന്ദി, ഈശോയ്ക്ക് ആരാധന. കഴിച്ചുവിടുന്നു, അഴിച്ചുവിട്ടിരിക്കുന്നു. അഭിഷേകം ഈശോ സർവനന്മസ്വരൂപനും സൗഖ്യദായകനും ഭാവമോചകനും ദേവരക്ഷകനും പുരുഷൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചവനും മൂന്നാം നാൾ ഉത്ഥാനം ചെയ്തവനും 40-ാം നാൾ സ്വർഗ്ഗാരോഹണം ചെയ്തവനും പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നവനുമായ ഈ പരിശുദ്ധ ദീപത്തെ കുമ്പിട്ട് ആരാധിക്കാം. തലമുടി എത്തിപ്പിടിച്ച് വിളിച്ചു പ്രാർത്ഥിക്കാം.